ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിൽ കനത്ത മത്സരമാണ് നേരിട്ടതെന്ന് KPCCയുടെ വിലയിരുത്തൽ. ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിലാണ് കനത്ത മത്സരമുണ്ടായതെന്നും എല്ലാ സീറ്റിലും UDF വിജയിക്കുമെന്നും KPCC യോഗം വിലയിരുത്തി. അതേസമയം വടകരയിൽ CPIM വിദ്വേഷ പ്രചരണം നടത്തിയതിനെതിരെ പ്രചരണം ആരംഭിക്കാനും തീരുമാനമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച 16 സീറ്റിൽ 4ഇടത്ത് കനത്ത മത്സരം നടന്നതായാണ് KPCCയുടെ വിലയിരുത്തൽ. 12 സീറ്റുകളിൽ അനായാസ ജയം നേടുമ്പോൾ ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ മണ്ഡലങ്ങളിൽ കനത്ത മത്സരത്തിന് പിന്നാലെയുള്ള ജയമാണെന്നാണ് നിഗമനം. എന്നാൽ കേരളത്തിൽ UDFന് മുഴുവൻ സീറ്റും നേടുമെന്നാണ് KPCCയുടെ ഉറപ്പ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്നും നേതൃയോഗത്തിൽ വിലയിരുത്തി. അത് നിശബ്ദ തരംഗമായി എന്നും പോളിംഗ് കുറഞ്ഞത് ഇടതുമുന്നണിക്ക് ക്ഷീണമാകുമെന്നുമാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ഷാഫി പറമ്പിലിനെതിരെ വ്യാജ വീഡിയോ ഇറക്കി ദുഷ്പ്രചാരണം നടത്തിയ കാര്യവും യോഗത്തിൽ ചർച്ചയായി. വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കാനാണ് CPM ശ്രമമെന്നും KPCC ഈ വിഷയത്തിനെതിരെ പ്രചാരണം തുടങ്ങുമെന്നും KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ അറിയിച്ചു. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണം മാർക്സിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ മുമ്പിൽ നടത്തിയാൽ പോരാ. അടിയുറച്ച മതേതര വിശ്വാസികളാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരെങ്കിൽ ഷാഫിക്കെതിരായി നടത്തുന്ന ഈ വർഗീയ വിദ്വേഷ പ്രചരണത്തെ അവസാനിപ്പിക്കാനും അവരെ പാർട്ടിക്കകത്ത് ഒരു മതേതരത്വ പ്രചരണം നടത്താനും അവർ തയ്യാറാകണം എന്ന് ഞാൻ ആവശ്യപ്പെടുക. UDF അതിനെതിരായിട്ട് ശക്തമായി തന്നെ 11-ാം തീയതി വടകരയിൽ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. KPCC ഇതിനെതിരായി ക്യാമ്പയിൻ നടത്താൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരായ PV അൻവറിന്റെ DNA പരാമർശത്തിൽ നടപടി ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനമായി. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീഴ്ച വരുത്തിയെന്നും ആക്ഷേപമുയർന്നു. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നാണ് KPCC ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.